ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു പ്രഭാതത്തിനായി ദൈവം നമ്മളെ കൈപിടിച്ചുയർത്തിയതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 118 സങ്കീർത്തനം 5-6 തിരുവചനങ്ങൾ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? പ്രിയ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നു വരും, ദുരിതങ്ങൾ കടന്നു വരും. ലോകത്തിൻ്റെ മുന്നിലേക്ക് ഓടിച്ചെല്ലുന്നതിന് പകരം ദൈവമായ കർത്താവ് വചനത്തിലൂടെ പറയുകയാണ്, ദുരിതങ്ങളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, അവിടുന്ന് ആ പ്രാർത്ഥന കേട്ട് നിങ്ങളെ മോചിപ്പിക്കുമെന്ന്. എപ്പോഴും ഉറച്ചു വിശ്വസിക്കുക, ദൈവമായ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അതിനാൽ ഒരു തിന്മയ്ക്കും ഒരു ശക്തിക്കും എന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന്. നമ്മൾക്ക് നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം എത്രയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ദൈവം തരുന്ന ഒരവസരമാണ്. ദൈവത്തിനാണോ ഒന്നാം സ്ഥാനം, അതോ ലോകത്തിനാണോ? നിന്റെ വിഷമഘട്ടങ്ങളിൽ, നിന്റെ ദുരിത സമയത്ത് നീ ആരുടെ അടുക്കിലേക്കാണ് ആദ്യം ഓടുന്നത്? ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് നീ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് സ്വയം ഒരു ആത്മശോധന ചെയ്യാം. പുതിയ നിയമഗ്രന്ഥത്തിൽ ഈശോ ആരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അവിടെയെല്ലാം ഈശോ അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്നതായിട്ട് കാണുവാൻ സാധിക്കും. സങ്കീർത്തനത്തിലൂടെയും കർത്താവ് അതാണ് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ദുരിതങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്നെയാണ് വിളിക്കുന്നതെങ്കിൽ ഞാൻ അതിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. ഈ വചനം നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏത് വിഷമസന്ധികളിലും ദൈവമായ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലുണ്ടാകട്ടെ എന്നും കർത്താവിൻ്റെ സമാധാനം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.